ഈ മ്യൂസിയത്തിന്റെ അങ്കണത്തിൽ നിന്നുകൊണ്ട് സത്യമായ സുവിശേഷം നിങ്ങളെ അറിയിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒരു മതപ്രഭാഷണത്തിന് വേണ്ടിയല്ല. ഞങ്ങളെ രക്ഷിച്ചത് മതമല്ല, ഞങ്ങളെ രക്ഷിച്ചത് ദൈവമാണ്. മതം ഞങ്ങളെ തകർത്തു, എന്നാൽ ദൈവം ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതും ഒരു മതപ്രഭാഷണത്തിന് വേണ്ടിയല്ല. ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടോ, പഠിപ്പില്ലാത്തത് കൊണ്ടോ, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടോ, പൈസ ഇല്ലാത്തത് കൊണ്ടോ, നിങ്ങളിൽ നിന്ന് പൈസ ലഭിക്കുവാനോ അല്ല. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനെ നൽകുവാനായിട്ടാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് മതം പ്രസംഗിക്കുവാനല്ല. മതം എല്ലാവരെയും കൊന്നുകളഞ്ഞപ്പോൾ യേശു കർത്താവ് ഞങ്ങളെ ജീവിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. തകർന്ന് തരിപ്പണമായ ഞങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവിന്റെ ശക്തി തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഇടയായതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ചെറുപ്പക്കാരായ എന്റെ ലൈഫിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്ലോറിയസ് ആർമി ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ ശുശ്രൂഷയിൽ പല ചെറുപ്പക്കാരും ഇവിടെ നിൽപ്പുണ്ട്. ആമേൻ. അവരുടെയൊക്കെ ലൈഫിൽ യേശു കർത്താവ് ചെയ്ത ശക്തി കാരണമാണ്, ആ യേശു കർത്താവിന്റെ സ്നേഹം രുചിക്കാൻ കഴിഞ്ഞത് കാരണമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ലജ്ജയില്ലാതെ യേശു കർത്താവിനെ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നത്. അല്ലാതെ ഞങ്ങൾക്ക് സമ്പത്തിന് വേണ്ടിയോ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കുവാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ല ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ആ യേശു കർത്താവിന്റെ വിലയേറിയ സ്നേഹത്തെ നിങ്ങളോട് പ്രഘോഷിക്കുവാൻ ദൈവം എനിക്ക് തന്ന ഈ നല്ല സാവകാശത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സർവ മനുഷ്യർക്കും ആവശ്യം ഒരു മതമല്ല, ഒരു വെളിച്ചമാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വെളിച്ചം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. പണ്ട് ഞാനും ഈ വാചകങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും ഏതോ ഒരു മതമാണെന്ന്. ഞാനും ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചുവെങ്കിലും ഞാൻ വിചാരിച്ചു ഇതൊരു മതമാണെന്ന്. എന്നാൽ ഏതോ ഒരു സമയത്ത് ദൈവത്തിന്റെ ശരിക്കുമുള്ള ശക്തി എന്നെ വന്ന് കയറി പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നെ നിറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മതമല്ല, ഇത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അന്നു മുതൽ ആമേൻ, ഒരു മതാചാരണത്തിനപ്പുറമായി ദൈവത്തെ സ്നേഹിക്കാനും, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും, ദൈവം പറയുന്നത് കേൾക്കാനും, ദൈവം പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനും ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ ആ സ്പെഷ്യൽ എൻകൗണ്ടർ എന്റെ ലൈഫിൽ സംഭവിച്ചതിന് ശേഷം തൊട്ട് കർത്താവ് എന്നോട് പറയാൻ തുടങ്ങി, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അനേക രോഗസൗഖ്യങ്ങൾ നടക്കുന്നതായി, ഞങ്ങളുടെ കൈകൾ കൊണ്ട് നടക്കുന്നതായി ഞങ്ങൾക്കിടയിൽ. അത് ഞങ്ങളുടെ കഴിവല്ല, അത് ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന യേശു കർത്താവിന്റെ കഴിവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എന്റെ ഈ കൈ വെച്ചപ്പോൾ എന്റെ കൈകളിലൂടെ യേശു കർത്താവ് അനേകരെ സൗഖ്യമാക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങളുടെ അകത്തൊരു ഭാരം, അയ്യോ ഇതറിയാതെ എത്രയോ പേർ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ആമേൻ രോഗത്താൽ ഭാരപ്പെടുന്നു, ആശുപത്രികളിൽ കിടക്കുന്നു, എത്രയോ പേര് വെന്റിലേറ്ററിൽ കിടക്കുന്നു, എത്രയോ പേര് ദാരിദ്ര്യം അനുഭവിക്കുന്നു. എന്നാൽ ഈ സത്യം അറിഞ്ഞു വന്നവരുടെ ലൈഫിൽ ഒരു സൗഖ്യം നടക്കുമ്പോൾ, അവരുടെ ജീവിതങ്ങൾ ട്രാൻസ്ഫോം ആകുമ്പോൾ ഇത് നിങ്ങളോടും കൂടെ അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആശയുണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നത് മതമല്ല, മഹത്വത്തെ കുറിച്ചാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് മതമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവ മഹത്വത്തെ കുറിച്ചാണ്. ദൈവ മഹത്വമാണ് ദൈവം മനുഷ്യന് കൊടുത്തത്. ആദിമ മനുഷ്യനായ ആദാമിനും ഹൗവയ്ക്കും ദൈവം കൊടുത്തത്, ആമേൻ, ഏറ്റവും അധികം അവർക്ക് കൊടുത്തത് മഹത്വമാണ്. അതായത് ദൈവത്തിന്റെ ശരീരത്തിൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന ഒരു വെളിച്ചത്തിന്റെ അംശത്തെയാണ് മഹത്വം എന്ന് പറയുന്നത്. ആ മഹത്വം അണിയിച്ചാണ് മനുഷ്യരെ ഉണ്ടാക്കിയത്. എന്നാൽ പാപം ചെയ്തപ്പോൾ ആ മഹത്വം നഷ്ടപ്പെട്ടു. ദൈവം ആദിമ മനുഷ്യനായ ആദാമിനെയും ഹൗവയെയും ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത് ആമേൻ രോഗിയാകാനല്ല, തകരാനല്ല, ആമേൻ താഴ്ചയിൽ അനുഭവിച്ചു കിടക്കാനല്ല, വാഴാനാണ്. ഈ സർവ ആമേൻ ഭൂഖണ്ഡങ്ങളെ വാഴേണ്ടിയിരുന്നത് മനുഷ്യനാണ്. നമ്മുടെ അപ്പുറത്ത് സൂ ഉണ്ടല്ലോ, ആ സൂയിലെ കരടിയെ ഒന്ന് തുറന്നു വിട്ടാൽ ഇന്ന് മനുഷ്യൻ ഓടും. പക്ഷെ ആദാമായിരുന്നു ആ കരടിയെ ഭരിക്കേണ്ടിയിരുന്നത്.
ഇന്ന് ആ സിംഹത്തെ തുറന്നു വിട്ടാൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യർ ഓടും. കാരണം വാഴ്ച വീഴ്ചയായി പോയി. വാഴ്ച വീഴ്ചയായപ്പോൾ നമ്മൾ ഭരിക്കേണ്ട സിംഹം നമ്മളെ ഭരിക്കാൻ തുടങ്ങി. നമ്മൾ ഭരിക്കേണ്ട കടുവ നമ്മളെ ഭരിക്കാൻ തുടങ്ങി. നമ്മൾ ഭരിക്കേണ്ട കൊറോണ നമ്മളെ ഭരിക്കാൻ തുടങ്ങി. നമ്മൾ ഭരിക്കേണ്ട അന്തരീക്ഷ മണ്ഡലങ്ങൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങി. ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ? പരിഹാരവുമായി പല പല സംഘടനകൾ വന്നേക്കാം. പല പല ഓരോരുത്തർ വരുമ്പോൾ പറയും ഞങ്ങൾ വരുമ്പോൾ എല്ലാം ശരിയാകും, ഞങ്ങൾ വരുമ്പോൾ അത് നടക്കും. അല്ലെങ്കിൽ ഒന്നിൽ ഒരു പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സംഘടനയായിരിക്കാം. അവര് വരുമ്പോൾ പറയും ഞങ്ങളിൽ ആ സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് മനസ്സിലായി, ഒരു സംഘടനയിലും ഒരു മതത്തിലും സൊല്യൂഷൻ ഇല്ല, പക്ഷെ മഹത്വത്തിൽ സൊല്യൂഷൻ ഉണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത്, ഈ മഹത്വത്തെ നിങ്ങൾക്കും വഹിക്കാൻ പറ്റും. I don't deserve it. Still you give yourself away. Oh, the overwhelming, never-ending, reckless love of God. Yeah. Your fool, still your love for me. You have been so good to me.